വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം ഭാഗം 5. നീ എന്നടാ ചക്ക കാലത്തെ ഞങ്ങളെ വാരാമന്തിരിക്ക് വന്നോ? ഏയ് അല്ല ഷെറിൻ ചേച്ചി, നിങ്ങൾ ഈ സവാളയൊക്കെ പിടിച്ച് നിൽക്കണപ്പോഴേ എന്റെ കിളി പോയതാ. ഇങ്ങ് വാടാമോനെ, കിളികളെ ഞാൻ തിരികെ കൂട്ടിക്കെട്ടി തരാം. അയ്യോ വേണ്ടായേ. അവൻ അവരെ നോക്കി തൊഴുതു. ചെക്ക, അവരെ ചൊറിയാൻ നിൽക്കാതെ നീ പോയി നിന്റെ പണി നോക്കിക്കേ. ആന്റി അവനെ കണ്ടതും കലിപ്പിലായി. അമ്മച്ചി കാലത്ത് തന്നെ ചൂടിലാണല്ലോ, എന്നാ പറ്റി? അപ്പം വേറെ പെണ്ണ് കിട്ടിയാ? ഡേ, ഒറ്റ മോനെ ഉള്ളെന്നൊന്നും ഞാൻ ഓർക്കില്ല. എടുത്തിട്ട് അലക്കിയാലുണ്ടല്ലോ, വേണില് പല്ല് തേച്ച് വന്നിട്ട് വല്ലതും എടുത്ത് വെട്ടിക്കയറ്റാൻ നോക്ക്. ആന്റി റേസ് ആയതും ചെക്കനൊന്ന് അടങ്ങി. എസ്കേപ്പ്. അവൻ അതും പറഞ്ഞ് അകത്തേക്ക് ഓടി. എന്നാ നമുക്ക് നമ്മുടെ പണി തുടങ്ങിയാലോ ആന്റി? അവൻ അകത്തേക്ക് പോയതും യദു ചോദിച്ചു. പിന്നെന്താ, വായോ. അവരെയും വിളിച്ചുകൊണ്ട് ആന്റി പുറകിലേക്ക് നടന്നു. യദുവും കൂടെ ഷെറിനും വേദികയും അവരുടെ പിന്നാലെ അങ്കിളും വീടിന്റെ പുറകിലേക്ക് നടന്നു. ആദ്യം ബീഫ് പെരളനാണ് അവൻ തയ്യാറാക്കിയത്. പാചകം ചെയ്യുന്നതിൽ അവന്റെ വേഗത കണ്ട് വേദികയും ഷെറിനും വാ പൊളിച്ചു നിൽക്കുകയായിരുന്നു. ബീഫ് പെരളൻ ശരിയാക്കി കഴിഞ്ഞതും അവൻ ഞണ്ട് കയ്യിലേക്കെടുത്തു. അത് ക്ലീൻ ചെയ്ത് പുഴുങ്ങിയെടുത്ത ശേഷം അതിന്റെ കാലുകൾ ഉൾപ്പെടെ എല്ലാം പൊട്ടിച്ച് മാംസം മാത്രം എടുത്ത് അത് ഉള്ളിയും ഇഞ്ചിയും കുരുമുളകും വേപ്പിലയും അല്പം വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വറുത്തെടുക്കുകയാണ് അവൻ ചെയ്തത്. പാചകമെല്ലാം കഴിഞ്ഞ് അവരോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ട് എല്ലാവരും വന്ന് ബീഫിന്റെയും ഞണ്ടുലർത്തിയതിന്റെയും ടേസ്റ്റ് നോക്കി. വായിൽ വെച്ച ആ കറികളുടെ രുചി അവർ വിചാരിച്ചതിലും വളരെയേറെ നല്ലതായിരുന്നു. ഞണ്ടുലർത്തിയത് കുറച്ചുകൂടി വാരി വായിലിട്ടുകൊണ്ട് ഷെറിൻ വേദികയുടെ ചെവിയിൽ ചോദിച്ചു. അതെ, നിനക്ക് വേണോടി? വേണ്ട. വായിൽ കപ്പൽ ഓടിക്കുവാനുള്ള വെള്ളമുണ്ടായിരുന്നെങ്കിലും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന യദുവിന്റെ മുന്നിൽ വെയിറ്റ് ഇടാൻ വേണ്ടി വേദിക പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ തന്നെ കെട്ടാൻ പോവുക കേട്ടോ അവനെ. അതും പറഞ്ഞ് ഷെറിൻ അവളെ നോക്കിയൊന്ന് ഇളിച്ചു. എന്തോന്ന്? അപ്പൊ നീ ഞണ്ട് വേണോന്നല്ലേ എന്നോട് ചോദിച്ചേ? ഞണ്ട് വേണോ എന്ന് നിന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്നതാ? നിനക്ക് വേണേല് നീ എടുത്ത് കഴിക്കണം. ഞാൻ ചോദിച്ചതേ ഇവനെ വേണോ എന്നാ. നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവനെ ഞാൻ എങ്ങനെയും മുളച്ചു കുപ്പിയിലാക്കും മോളെ. ബീഫും ഞണ്ടും കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി അങ്കിളിനും ആന്റിക്കും കൊടുക്കുന്ന യദുവിനെ ഒന്ന് നോക്കിയിട്ട് ഷെറിൻ തുടർന്നു. അതിനുവേണ്ടി മറ്റൊരുത്തിയും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിൽ കൂടിയൊക്കെ ഞാൻ സഞ്ചരിക്കും, ഒരു ഭ്രാന്തിയെ പോലെ. ഐ ആം ഗോയിങ് ടു ബ്രേക്ക് ഓൾ ദി കൺവെൻഷണൽ കോൺസെപ്റ്റ് ഓഫ് പിടക്കുഴീസ്. കൊള്ളാം മോളെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവസാനം പാട്ടും പാടി നിന്നെ ആവാഹിച്ചു കൊണ്ടുപോയി ബാധ ഒഴിപ്പിക്കാൻ മാത്രം എന്നെ വിളിക്കാതിരുന്നാ മതി. ഷെറിന്റെ തോളത്ത് തട്ടിക്കൊണ്ട് വേദിക മെല്ലെ പറഞ്ഞു. എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം പറച്ചില്? കറി ഇഷ്ടപ്പെട്ടില്ലേ? അവർ മാറി നിന്ന് സ്വകാര്യം പറയുന്നത് കണ്ട് യദു ചോദിച്ചു. ഏയ്, ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായി, വേദിക പറഞ്ഞു. അപ്പൊ തനിക്കോ ഇഷ്ടപ്പെട്ടില്ലേ? ആ, കുഴപ്പമില്ല. അത്ര പോരാ എന്ന മട്ടിൽ അവൾ തല കുലുക്കി. അത് കേട്ട് യദുവിന്റെ ചിരിയൊന്നു മങ്ങി. അഹങ്കാരം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, അവൻ മനസ്സിൽ പറഞ്ഞു. കറി രണ്ടും അടിപൊളിയായി എന്ന് പറഞ്ഞ് അങ്കിളും ആന്റിയും അവന് കൈ കൊടുത്തു. ഷെറിനും വന്നു പറഞ്ഞു. പക്ഷേ വേദിക മാത്രം വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ മാവിന്റെ മുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ മനസ്സിൽ അവൾ അവന്റെ കൈപുണ്യത്തെ സ്തുതിക്കുകയായിരുന്നു. അമ്മാതിരി ടേസ്റ്റായിരുന്നു അവൻ വെച്ച ആ കറികൾക്ക്. അത് സമ്മതിച്ചു കൊടുക്കാൻ എന്തോ ഒരു മടി അതവളെ പുറകോട്ട് വലിച്ചു. പക്ഷെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവളുടെ പിടി വിട്ടുപോയി. ബീഫും ഞണ്ടും മാറി മാറി പ്ലേറ്റിലേക്കിട്ട് വലിച്ചു കയറ്റുന്നത് കണ്ട് ഷെറിൻ പോലും അന്താളിച്ചു പോയി. ഇടയ്ക്ക് ഷെറിൻ വേദികയുടെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു. ബീഫിന്റെ ഒരു എല്ലിൻ കഷ്ണമെടുത്ത് കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന വേദിക അതും വായിൽ വെച്ച് എന്താടി എന്ന മട്ടിൽ ഷെറിനെ നോക്കിയപ്പോൾ അവൾ കണ്ണുകൊണ്ട് അപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. വേദിക നോക്കിയപ്പോൾ അവളുടെ തീറ്റ കണ്ട് അവളെ തന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്ന യദുവിനെയും ആന്റിയെയും അങ്കിളിനെയുമാണ് കണ്ടത്. എബി പിന്നെ അവളെപ്പോലെ തന്നെ തിരക്കിലായിരുന്നു. അവർ നോക്കുന്നത് കണ്ട് അവൾ ആ കഷ്ണം പ്ലേറ്റിന്റെ സൈഡിലേക്ക് വെച്ച് തനിക്കത്ര ഇഷ്ടമുണ്ടായിട്ടല്ല എങ്കിലും ഉണ്ടാക്കി വെച്ചത് കഴിക്കണമല്ലോ എന്നോർത്ത് കഴിക്കുന്നതാണെന്ന മട്ടിൽ തലയും താഴ്ത്തി പതുക്കെ കഴിക്കാൻ തുടങ്ങി.
അത് കണ്ടതും എല്ലാം മനസ്സിലായി എന്ന മട്ടിൽ തലകുലുക്കി ചിരിച്ചും കൊണ്ട് യദുവും ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്കിളും യദുവും ഹാളിലേക്ക് വന്നിരുന്ന് വർത്തമാനം തുടങ്ങി. എബി പതിവ് പോലെ അവന്റെ മൊബൈലിലേക്ക് തല താഴ്ത്തി. ആ യദു നാളെയല്ലേ ജോയിൻ ചെയ്യുന്നേ? സെറ്റിയിലേക്ക് ഇരുന്ന ശേഷം അങ്കിൾ ചോദിച്ചു. അതെ അങ്കിൾ. അപ്പോ ഓഫീസ് എവിടെയാണെന്ന് നിനക്കറിയാമോ? കാലത്തെ തന്നെ സ്ത്രീ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ അവന്റെ കൂടെ പോയാൽ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. ആ അതെന്തായാലും നന്നായി. അവനും അവിടെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നേ. അതെ അങ്കിൾ, അവനാ അവിടെ ഒരു വേക്കൻസി ഉള്ള കാര്യം പറഞ്ഞത്. ഇതിനു മുന്നേ അപ്പൊ നീ എവിടെയാ ജോലി ചെയ്തിരുന്നേ? കുറച്ചു കാലം ഗൾഫിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നിർത്തിപ്പോരുകയായിരുന്നു. ആ എന്തു പറ്റി? ഓ ചില പേഴ്സണൽ ഇഷ്യൂസ്. ഓ അത് ശരി. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എങ്ങനെ അടിക്കുവോ? ശബ്ദം അല്പമൊന്ന് താഴ്ത്തിയിട്ട് അങ്കിൾ ചോദിച്ചു. എടാ പൊട്ട, സ്മോൾ അടിക്കുമെന്ന്. ആ വല്ലപ്പോഴും. ആദ്യം ചോദിക്കുമ്പോ എല്ലാ അവന്മാരും ഇത് തന്നെയാ പറയുന്നേ. എന്നാലേ ഇന്ന് വൈകുന്നേരം നമുക്കൊന്നു കൂടാം, ക്രിസ്മസ് ഒക്കെ അല്ലേ? പുതിയൊരു കമ്പനി കിട്ടിയതിന്റെ സന്തോഷത്തിൽ അങ്കിൾ പറഞ്ഞു. ഓ അത് വേണോ അങ്കിളെ? ഡൈനിങ് ടേബിളിനടുത്ത് ആന്റിയോട് വർത്തമാനം പറഞ്ഞു നിൽക്കുന്ന ഷെറിനെയും വേദികയെയും ഒന്ന് നോക്കിയിട്ട് യദു ചോദിച്ചു. എന്തേ? അല്ല, ഇവിടെ വന്ന ദിവസം തന്നെ ആന്റിക്ക് എന്ത് തോന്നും? അത് ശരിയാ, അവൾക്ക് ഇച്ചിരി വിഷമം തോന്നും. കാരണം അവൾക്ക് കൂടി ഉള്ളതിൽ നിന്നല്ലേ ഞാൻ നിനക്ക് ഒഴിച്ചു തരുന്നേ. അപ്പോ ആന്റി കഴിക്കുവോ? ഇല്ല, മണക്കുകയേ ഉള്ളൂ. ഇവൻ എവിടത്തുകാരനാടാ. ഈയിടെ ഞങ്ങള് ക്രിസ്ത്യാനികളെ പെണ്ണുങ്ങളായാലും അല്പസ്വല്പമൊക്കെ കഴിയും. അപ്പോഴേക്കും ആന്റിയും കൂടെ ഷെറിനും വേദികയും ഹാളിലേക്ക് വന്നു. എന്നതാ രണ്ടും കൂടി കുണകുണാന്ന് പറയുന്നേ? ആന്റി ചോദിച്ചു. ഒന്നുമില്ല, ക്രിസ്മസ് ആയതുകൊണ്ട് വൈകുന്നേരം ഒരു ചെറിയ പരിപാടി. ദേ ഇവന്റെ പാട്ടൊക്കെ ഉണ്ട്. അയ്യോ അങ്കിളെ, അതിന് ഞാൻ. ഏടാ ചെറുക്ക, നീ നല്ല ഒന്നാന്തരം പാട്ടുകാരനാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഈട തെണ്ടി ശ്രീ. അവൻ മനസ്സിൽ ശ്രീകുമാറിനെ ശരിക്കും ഒന്ന് സ്മരിച്ചു. ഓ ഇയാളിനി പാട്ടും പാടുവോ? അതും ഞങ്ങളിനി സഹിക്കണോ എന്ന മട്ടിലുള്ള ആ പൂച്ചക്കണ്ണിയുടെ ചോദ്യം കേട്ടതോടെ യദുവിന്റെ ടെമ്പർ തെറ്റി. പക്ഷെ അങ്കിളും ആന്റിയും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പ്രതികരിക്കാനും പറ്റുന്നില്ല. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? രക്ഷയ്ക്കെത്തിയ അങ്കിളിനെ നന്ദിയോടെ നോക്കിയിട്ട് അവൻ അവളെയും ഉള്ളിൽ നന്നായിട്ടൊന്ന് സ്മരിച്ചു കൊടുത്തു. ഓ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അവളുടെ വാക്കുകളിൽ മൊത്തം പുച്ഛം. തികട്ടി വന്ന ദേഷ്യം കടിച്ചിറക്കിക്കൊണ്ട് അവൻ അവളെ ചിരിച്ചു കാണിച്ചു. എന്നാ വൈകുന്നേരം നീ ഇവന്റെ പാട്ട് കേട്ടിട്ട് പറഞ്ഞാ മതി, അല്ലടാ യദു? അങ്കിള് പിന്നെ. ഓ നമുക്ക് പാടാനൊന്നും അറിയില്ല അങ്കിളെ. അംഗത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അവനൊരു ശ്രമം കൂടി നടത്തി നോക്കി. കണ്ടില്ലേ, പുള്ളിക്ക് അറിയത്തില്ലെങ്കിൽ. എവിടെ, ഇവള് വിടാനുള്ള ഭാവമില്ല. അവളുടെ മോന്ത പിടിച്ച് നിലത്തിട്ടുരക്കാനുള്ള ശുഷ്കാന്തി ഉള്ളിൽ നിറയുമ്പോൾ ഷെറിനും അവന്റെ ഒപ്പം കൂടി. ഏത് പാടിയതു, ഞങ്ങളുണ്ട് കൂടെ. ഷെറിൻ അവനെ നോക്കി പെരുവിരൽ ഉയർത്തി. അത് കണ്ടതും യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേദിക ഷെറിനെ ഒന്ന് കലിപ്പിച്ചു നോക്കി. അപ്പോ അത് ഫിക്സ്. വൈകുന്നേരം നമ്മൾ മുകളിൽ കൂടുന്നു, രണ്ടെണ്ണം അടിച്ച് പാട്ടൊക്കെ പാടി ഈ ക്രിസ്മസ് അങ്ങ് അടിപൊളിയാക്കുന്നു. അങ്കിൾ, ഇത് എവിടെ വെച്ച് വെള്ളം അടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങൾ താമസിക്കുന്ന സ്ഥലമല്ലേ. അങ്കിള് വേണേ ആയിക്കോ, പക്ഷെ ഇയാൾ. പരാതി പറയുന്ന വേദികയെ അങ്കിൾ ഒന്ന് തറപ്പിച്ചു നോക്കി. അടുത്ത നിമിഷം പുള്ളിയുടെ ചുണ്ടിൽ ഒരു ചിരി പൊട്ടി. എന്തോ, എങ്ങനെ? കഴിഞ്ഞ ന്യൂ ഇയറിന് നീയൊക്കെ മുകളിൽ കിടന്ന് എന്താ കാണിച്ചെന്ന് മറന്നുപോയോ? അങ്കിൾ അതും ചോദിച്ചുകൊണ്ട് വേദികയുടെ നേരെ തിരിഞ്ഞതും ആന്റിയും ഷെറിനും വാ പൊത്തിച്ചിരിക്കുന്നത് കണ്ട് യദു അവരെ മൂന്നുപേരെയും മാറി മാറി നോക്കി. പ്രേതത്തെ കണ്ടതുപോലെ വേദികയുടെ മുഖം വിളറി വെളുത്തു. അതെന്താ സംഭവം അങ്കിളെ? അവളെ ഭിത്തിയിൽ തേച്ചൊട്ടിക്കാൻ പറ്റിയ എന്തോ ഒന്ന് അങ്കിള പറഞ്ഞതിലുണ്ടെന്ന് മനസ്സിലാക്കിയ യദുവിന് ഉത്സാഹമായി. വേദിക ദയനീയമായി അങ്കിളിനെ ഒന്ന് നോക്കി. അതോ, അത് ഇവളില്ലേ ഈ വേദിക. കഴിഞ്ഞ ന്യൂ ഇയറിനന്ന് ബിയർ അടിച്ച് വാള് പണിതതും കൂടാണ്ട് രാത്രി ആയപ്പോഴേക്കും വയറിളകി മെഴുകി അവസാനം രാത്രി ഗോരിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നു. ആ മുതല ഇപ്പോൾ ഇരുന്ന് ഈ ഉപദേശിക്കുന്നേ. കഷ്ടമുണ്ടോ അങ്കിളെ.
അതൊന്നും കഴിച്ച് ഭക്ഷണം പിടിക്കാഞ്ഞിട്ടായിരുന്നു. ദൈന്യത നിറഞ്ഞ മുഖത്തോടെ അവളത് പറയുമ്പോഴും ഇടയ്ക്ക് ആ കണ്ണുകൾ യദുവിന്റെ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും അവന് ചിരി പൊട്ടിപ്പോയി. ഷോലയിലെ ഗബർ സിംഗിനെ പോലെ അവൻ അട്ടഹസിച്ചു. അതോടെ യദുവിനെയും അങ്കിളിനെയും ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ മാറി മാറി നോക്കിക്കൊണ്ട് വേദിക ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനൊരുങ്ങി. അത് കണ്ടപ്പോൾ യദുവിന്റെ ഉള്ളിൽ അല്പം വിഷമം തോന്നിയെങ്കിലും അങ്കിൾ സെറ്റിയിലിരുന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ടേയിരുന്നു. യദു എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങിയ വേദികയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഏയ്, താനിങ്ങനെ പിണങ്ങി പോകല്ലേ, ഞാൻ പറയട്ടെ. ഇയാൾ എന്റെ മുന്നിൽ നിന്ന് മാറിക്കേ. ദേഷ്യവും സങ്കടവും നിറഞ്ഞ മുഖത്തോടെ അവൾ ചീറി. വേദി സോറി, ദേ എല്ലാവർക്കും വേണ്ടി ഞാൻ സോറി പറയുന്നു, താൻ പോകല്ലേ. യദു അവളുടെ മുന്നിൽ നിന്നും മാറാതെ വീണ്ടും പറഞ്ഞു. അപ്പോഴേക്കും ഷെറിനും ഓടി വന്ന് വേദികയുടെ കയ്യിൽ പിടിച്ചു. നീ വിട്ടേ എന്നെ, അവിടെ ഇരുന്ന് കിണിക്കുന്നുണ്ടായിരുന്നല്ലോ. വേദിക അവൾക്ക് നേരെയും ചീറി. സോറി മോളെ, ഇവിടെ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഷെറിൻ അവളുടെ കൈകൾ രണ്ടും പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ മാത്രോ? അപ്പൊ ഈ യദുവിനെ നോക്കി വാക്കുകൾ കിട്ടാതെ അവൾ വിക്കി. വേദിക, തനിക്കെന്നോട് എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല, ശരിയല്ലേ? എനിക്ക് ആരോടൊരു പ്രശ്നവും ഇല്ല. യദുവിന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ്, ഓക്കെ അല്ലേ? ഫ്രണ്ട്സ്? അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് യദു ചോദിച്ചു. അവൾ അവന്റെ നേരെ നോക്കാതെ തല ചരിച്ചു നിന്നു. ഡി ഷെറിൻ വിളിച്ചെങ്കിലും അവൾ പ്രതികരിച്ചില്ല. ഏയ്, കൈ താടോ വേദു, ഒന്നുമില്ലെങ്കിലും ഇനി ദിവസവും നമ്മൾ തമ്മിൽ കാണേണ്ടവരല്ലേ. അവന്റെ ആ വിളിയിലും ചോദ്യത്തിലും വേദിക അറിയാതെ കൈ നീട്ടിപ്പോയി. അവൾ നീട്ടിയ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൻ ഒരിക്കൽ കൂടി ചോദിച്ചു. ഫ്രണ്ട്സ്? അപ്പോ ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഓക്കെ അല്ലേ? ഞാനെന്നാൽ അകത്തേക്ക് ചെല്ലട്ടെ. അതും പറഞ്ഞ് യദു അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് നടന്നു. അങ്ങനെ പവനായി ശവമായി. ഇനിയിപ്പോ എന്നതാ മോള് നിന്ന് ആലോചിക്കണേ? യദു പോയ ദിക്കിലേക്ക് നോക്കി എന്തോ ആലോചിച്ചു നിൽക്കുന്ന വേദികയുടെ അടുത്ത് ചെന്ന് അവളെ തോണ്ടിക്കൊണ്ട് ഷെറിൻ ചോദിച്ചു. എന്നാലും അങ്കിളെ, മനുഷ്യനെ നാണം കെടുത്തി കളഞ്ഞു. മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് വേദിക ഷെറിനെ നോക്കി. ഇനി നമുക്ക് പറഞ്ഞ സാധനം ഇല്ലല്ലോ, പിന്നെന്നതാ? എന്തോന്ന് ഈ നാണമേ? നീ ഒന്ന് പോയി ഷെറി. കാലത്തെ തന്നെ അവന്റെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ച് ഈ ഡ്രസ്സൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് വന്നിട്ടിപ്പോ ആകെ മൊത്തം നാറി. വെറുതെ നാറിയതല്ലല്ലോ, വല്ലോടത്തും കിടന്നിരുന്ന ചെളിവെള്ളമെടുത്ത് സ്വയം തലയിലേക്ക് ഒഴിച്ചതല്ലേ, അനുഭവിക്ക്. മുഖം ചുളിച്ച് ഷെറിൻ പറഞ്ഞു. ശാപത്തി കുത്തല്ലേടി. ചുണ്ടുകൾ കൂർപ്പിച്ചു പിടിച്ച് മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് വേദിക അവളെ നോക്കി. ആ, അത് പോട്ടെ. അപ്പൊ മോള് കാലത്തെ തന്നെ ഇതൊക്കെ വലിച്ചു കയറ്റി ഇട്ടുകൊണ്ട് വന്നത് അവനെ കാണിക്കാനായിരുന്നു അല്ലേ? നിനക്ക് തോന്നിയായിരുന്നോ? ഏയ്, ഒട്ടും തോന്നിയില്ല. എനിക്ക് പിന്നെ ബുദ്ധിയില്ലല്ലോ. ഇന്നലെ തൊട്ട് ഞാൻ നോക്കുമായിരുന്നു ഇതെവിടെ വരെ പോകുമെന്ന്. വേദികയെ അടിമുടി നോക്കിക്കൊണ്ട് ഷെറിൻ പറഞ്ഞു. എന്ത്? വേദിക നിഷ്കളങ്കത വാരി വിതറി. നിന്റെ ഈ ഇളക്കമേ. അയ്യേ, നീ ഇതെന്തൊക്കെ പറയുന്നേ? എനിക്കൊരു ഇളക്കവും ഇല്ല. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലേ രണ്ടും കൂടി അവസാനം ഇവിടെ കിടന്ന് ഇളക്കുന്നത് ഞാൻ കാണേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വാ, അകത്തേക്ക് പോവാം. ഷെറിൻ വിളിച്ചത് കേട്ട് അവൾ വിലങ്ങനെ തലയാട്ടി. ഞാനില്ലിനി അങ്ങോട്ട്, നോണക്കേട്. എന്തു പറ്റി? അങ്കിള വയറിളകിയ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ നാറ്റിച്ചില്ലേ? അതിന് എടി, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ, നീ വന്നേ. എനിക്കേ നിന്റെ അത്രയൊന്നും തൊലിക്കെട്ടിയില്ല, ഞാനില്ലിനി അങ്ങോട്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്, മുകളിലേക്ക് പോയിക്കോ. ഞാൻ കുറച്ചു നേരം കൂടി അവിടെ പോയി ഇരുന്നിട്ട് വരാം. എന്താണെന്നറിയില്ല, ആ യദുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ എന്റെ സാറേ, നമുക്ക് ചുറ്റിലുള്ള എല്ലാം മറക്കുന്നത് പോലൊരു ഫീലാ. വേദികയുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതിച്ചിരിയോടെ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയ ഷെറിനെ അവൾ കയ്യിൽ പിടിച്ചു നിർത്തി. അങ്ങനെ ഇപ്പൊ നീ അവന്റെ അടുത്ത് പോയിരുന്നുണ്ടാക്കണ്ട, ഇങ്ങ വന്നേ. അവളെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾക്ക് നേരെ വലിച്ചുകൊണ്ട് വേദിക പറഞ്ഞു. ഒന്നുമോൾ അവിടെ ഒന്ന് നിന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് മറ്റേതല്ലേടി? അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് ഷെറിൻ ചോദിച്ചു. എന്ത്?
പണയേ? എന്തോന്നു പണയമേ? നിനക്കവനോട് മുടിഞ്ഞ പണയമല്ലേ ഇന്ന്? ഇളിക്ക് കൈകൾ കുത്തി അല്പമൊന്ന് കുനിഞ്ഞ് മുഖം കുനിച്ചു നിന്ന വേദികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഷെറിൻ ചോദിച്ചു. മാങ്ങത്തുലിയാണ്, നീ വന്നേ. തലയൊന്നു വെട്ടിച്ച് അവളുടെ കണ്ണുകളെ നേരിടാതെ വേദിക ഷെറിന്റെ കൈകളിൽ പിടിച്ച് വീണ്ടും പടികൾക്ക് നേരെ വലിച്ചു. റൂമിൽ ചെന്ന ഉടനെ ഷെറിൻ കട്ടിലേക്ക് വീണു. ഓ എന്റെ മോളെ, എനിക്ക് വയ്യ. എന്നെ ഫുഡായിരുന്നു, വയറ് ഫുള്ളായി, നല്ല ഉറക്കവും വരുന്നുണ്ട്. നീ കിടക്ക്, ഞാനെന്തായാലും ഒന്ന് മയങ്ങാൻ പോകുക. അതും പറഞ്ഞുകൊണ്ടവൾ കമഴ്ന്നു കിടന്ന് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. ഒന്ന് മൂളിയിട്ട് വേദിക മെല്ലെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. കണ്ണാടിയിൽ കണ്ട അവളുടെ പ്രതിബിംബം കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. ആ മുഖത്ത് വല്ലാത്തൊരു തുടിപ്പ്. എന്താ മോളെ നിനക്ക് പറ്റിയേ? ഇതിനു മുൻപെങ്ങും ഇല്ലാത്ത പോലൊരു ഇളക്കം. ശരി പറഞ്ഞതുപോലെ പ്രണയമാണോ ഡി പെണ്ണെ? വശ്യതയാർന്നൊരു പുഞ്ചിരിയോടെ കണ്ണാടിയിൽ നിന്നും തന്നെ നോക്കുന്നവളോട് വേദിക ചോദിച്ചു. ഡി. പുറകിൽ നിന്നും ഷെറിന്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കട്ടിലിൽ കമഴ്ന്നു കിടന്ന് കൈകൾ മടക്കി വെച്ച് തല ചായച്ചുകൊണ്ട് അവളെ നോക്കി കിടക്കുന്നു ഷെറിൻ. നീ തന്നെതാ ഈ കണ്ണാടിയുടെ മുന്നിൽ ഇളിച്ചു പിടിച്ചുകൊണ്ട് നിന്ന് പിറുപിറുക്കുന്നേ? നേരത്തെ വട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഭ്രാന്തുവായോ? നീ ഒന്ന് പോയേ, ഞാൻ എന്റെ ഭംഗി ആസ്വദിക്കുന്നതിന് നിനക്കെന്താ? പെട്ടെന്നുണ്ടായ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് വേദിക ചോദിച്ചു. ഭംഗി നോക്കി നോക്കി അവസാനം നിന്റെ വയറിന്റെ ഭംഗി കൂടാതിരുന്ന നിനക്ക് കൊള്ളാം ഡി. അതേ, കൊള്ളാവുന്ന പെൺപിള്ളേരാകുമ്പോ ഭംഗി നോക്കുകയും ചെയ്യും, കൊള്ളാവുന്ന ആൺപിള്ളേരെ കണ്ട പ്രേമിച്ച് കെട്ടുകയും വയറ് വീർക്കുകയും ഒക്കെ ചെയ്തെന്ന് വരും. ഷെറിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേദിക ചിറി കോട്ടി. ഉവ്വ, എന്നോട് നീ ഇന്നലെ പറഞ്ഞതുപോലെ അവസാനം പേരെടുക്കാൻ എന്നെ വിളിച്ചേക്കരുത്. അതും പറഞ്ഞ് തിരിഞ്ഞു കിടന്ന ഷെറിനെ നോക്കി വേദിക പുഞ്ചിരിച്ചു. ന്യൂസ് വിഷനിൽ വന്നപ്പോൾ മുതലുള്ള കൂട്ടാണ് രണ്ടും. മനസ്സറിയുന്ന കൂട്ടുകാരി എന്നതിനപ്പുറം ഒരു സഹോദരി തന്നെയാണ് വേദികയ്ക്ക് ഷെറിൻ. തിരിച്ചും അങ്ങനെ തന്നെ. കുഞ്ഞുനാൾ മുതൽ അച്ഛനില്ലാതെ വളർന്ന വേദികയെ ഷെറിന്റെ മമ്മിയും പപ്പയും സ്വന്തം മോളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നതും. സ്വന്തം വീട് പോലെ പലവട്ടം വേദിക ഷെറിന്റെ കൂടെ അവളുടെ വീട്ടിൽ പോയി നിന്നിട്ടുമുണ്ട്. സ്വന്തമെന്ന് പറയാൻ രക്തബന്ധത്തിന്റെ ആവശ്യമില്ലെന്ന് അവളെ പഠിപ്പിച്ചത് ഷെറിനാണ്. കമഴ്ന്നു കിടന്ന് മയങ്ങാൻ തുടങ്ങിയ ഷെറിന്റെ അടുത്തേക്ക് ചെന്ന് കാറ്റിലിളകി അവളുടെ കവിളിലേക്ക് വീണ മുടിയിഴകൾ മാടി ഒതുക്കിയിട്ട് ആ കവിളിൽ ഒരു കുഞ്ഞുമ്മ നൽകി വേദിക. ഉറക്കം ചെറുതായി ഉണർന്ന ഷെറിൻ കണ്ണടച്ച് കിടന്നതുകൊണ്ട് തന്നെ ചുണ്ടുകൾ കൂർപ്പിച്ച് വേദികയോടും പറഞ്ഞു. വീണ്ടും അവൾ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പുഴയിലേക്ക് തുറക്കുന്ന ജനാലിന്റെ പടിയിൽ കൈകൾ പിണച്ചു വെച്ച് അതിൽ തലചാരി പുഴയിലേക്ക് നോക്കി വേദിക ഇരുന്നു. ഉച്ചസമയത്ത് കായലിൽ നിന്നും വീശുന്ന കാറ്റിന് ഒരു പ്രത്യേക സുഖമാണ്. വെയിലിന്റെ ചൂടും കായലിന്റെ തണുപ്പും ഇടകലർന്നെത്തുന്ന കുഞ്ഞിളം കാറ്റ്. ഇടയ്ക്ക് വീശുന്ന ആ കാറ്റിൽ കിന്നാരം പറയുന്ന തെങ്ങോലകൾ. അവയുടെ മർമ്മരം ഒരു താരാട്ട് പോലെ ആ കാറ്റിനൊപ്പം ഒഴുകിയെത്തി കാതിൽ പതിക്കുന്നു. ഉച്ചവെയിലിൽ വെള്ളി അരഞ്ഞാണമിട്ടതുപോലെ തിളങ്ങുന്ന കായൽപ്പരപ്പ്. ഒന്ന് രണ്ട് വഞ്ചികൾ കായലിലെ ആ ഓളങ്ങളിൽ ചാഞ്ചാടുന്നത് കാണാം. തലയിൽ വട്ടത്തിലെ പാളത്തൊപ്പിയും വെച്ചുകൊണ്ട് ചിലരതിലിരുന്ന് വലവീശുന്നു. അതും നോക്കിയിരുന്ന വേദികയുടെ മിഴികൾ എന്തിനെന്നറിയാതെ നനഞ്ഞു. പ്രണയം വന്നാൽ കരച്ചില് വരുവോ? കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ആലോചിച്ചു. ഇന്നലെ വരെ ഇല്ലാത്തൊരനുഭവം. അവനെ കാണുമ്പോൾ നെഞ്ചിനകത്തൊരു പിടച്ചില്. കാന്തശക്തി നിറഞ്ഞ അവന്റെ കണ്ണുകൾ ഹൃദയത്തിനുള്ളിലേക്ക് ഒരു കൊളുത്തെറിഞ്ഞ് വലിക്കും പോലെ. ആ കൊളുത്തേറ്റ് ഹൃദയത്തിന്റെ മുറിപ്പാടിൽ നിന്നും സുഖമുള്ളൊരു നോവ് ഊറി വരുന്നു. എന്താ പോയി ഇത്? എന്റെ കൃഷ്ണ, വായി നോട്ടത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള തനിക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയാണേ. സീരിയസ് ആയി പുറകെ നടന്നിട്ടുള്ള പലരെയും അകറ്റി നിർത്തിയിട്ടേ ഉള്ളെങ്കിലും ഇന്നലെ കണ്ട അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവന്റെ കണ്ണുകളെ നേരിടാനും പറ്റുന്നില്ല. ഒരു ദിവസം മാത്രം പരിചയമുള്ള അവനോട് എന്ത് ഇത്ര അടുപ്പം തോന്നാൻ? ഒരു മുൻജന്മ ബന്ധം പോലെ തോന്നുന്നു. ഉള്ളിൽ തോന്നിയ അടുപ്പം അവനോട് പ്രകടിപ്പിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യവും അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഷെറി പറഞ്ഞതുപോലെ വട്ടുമൂത്തിന് ഭ്രാന്തായതാണോ? കണ്ണുകൾ അടച്ച് ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം വേദിക ജനലരികിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിൽ കയറി കിടന്നു. മുകളിൽ സീലിംഗിൽ തന്നെ നോക്കി ചിരിക്കുന്ന യദുവിന്റെ മുഖം. ഈശ്വര, ഈ തെണ്ടി എന്നെയും കൊണ്ടേ പോകും. കമഴ്ന്നു കിടന്ന്
തലയിണയിലേക്ക് മുഖം മറച്ചുകൊണ്ടവൾ പിറുപിറുത്തു. തുടരും. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.